ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപർണികയും കിഷോറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് തൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് താൻ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിഷോർ അപർണികയുടെ മുന്നിൽ നിന്ന് വലിയ ആൾ കളിച്ച് സംസാരിക്കുന്നു. ഇത് നിനക്ക് എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ് എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് അപർണിക ചോദിച്ചപ്പോൾ, എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ അപർണികയുടെ മുന്നിൽ നിന്ന് പറയുന്നു. അത് കേട്ട് അപർണിക തകർന്നുപോയി. അങ്ങനെ നീ പറഞ്ഞാൽ പറ്റില്ല, നീ എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ, കാരണം ഞാൻ ക്യാരിയിങ് ആണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപർണിക പറഞ്ഞപ്പോൾ അന്താളിച്ചിങ്ങനെ നിന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയണ കിഷോറിന് കഴിയില്ലല്ലോ. കിഷോർ ഇങ്ങനെ നിൽക്കുക ആകെ തകർന്ന്. അപ്പോൾ ഈ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണ് താൻ ഗർഭിണിയാണെന്ന് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി അലേറി വിളിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണിക ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ ഇവിടെ പെയ്ത് തീർക്കുന്ന സമയത്ത് ഇവനൊരു ഫോൺ വന്നു. ആ ഫോൺ കോൾ വന്നതും അവിടെ നിന്നു, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നോക്കുക, നീ കിടന്നു, നമുക്ക് നാളെ സംസാരിക്കാമെന്നും പറഞ്ഞു പോകുമ്പോൾ കിഷോറെ നീ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപർണിക ചോദിച്ചപ്പോൾ അപർണികയുടെ കൈയെടുത്ത് തട്ടി മാറ്റിയിട്ട് ഇവൻ ഒരു ഒറ്റ പോക്കങ്ങ് പോയി. അപർണിക തകർന്ന് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയാണ് കേട്ടോ. വരുണിൻ്റെ കള്ളത്തരങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചത് ഞാനാണെന്ന് കണ്ണേട്ടൻ അറിയാം, എന്നിട്ട് എന്നെ ആത്മാർത്ഥമായിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗീതു റൂമിലിരുന്ന് ചിന്തിക്കുക. പക്ഷേ ഇതിനിടയിൽ കയറി അനിയത്തി കളിച്ച കാര്യം നാത്തൂനറിയില്ലല്ലോ. പെണ്ണുങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അംഗീകാരവും അല്ലെങ്കിൽ അഭിനന്ദനവും പ്രതീക്ഷിക്കും, അതുമല്ലത് ആണുങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങനെ ഇരിക്കും കേട്ടോ. ഗീതു വന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ നിന്ന് കാണിക്കുന്നു. അങ്ങനെ ഗീതുവിൻ്റെ കയ്യിൽ കുറച്ച് മുടി, അപ്പോൾ ആ മുടി കയ്യിൽ ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ആ മുടി ഇങ്ങനെ എടുത്ത് ഗീതു ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഗീതു ആ മുടി എടുത്ത് അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ അത് ഗീതുവിൻ്റെ മുടിയല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഗീതു ശരിക്കും ഞെട്ടിയിട്ടോ. എന്നിട്ട് മുടി അവിടെ വെച്ച് അതിൻ്റെ അളവൊക്കെ നോക്കുക. ഇത് എൻ്റെ മുടിയല്ലല്ലോ, ഇത് പിന്നെ ആരുടെ മുടിയാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അത് കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം ഇത് ആരുടെ മുടിയായിരിക്കും, ഇതിന് രഞ്ജുവിൻ്റെ മുടിയായിരിക്കുമോ എന്നൊക്കെ ഗീതു ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അത് വേറെ എവിടെ നിന്നല്ല, ബെഡിൽ നിന്നാണ് ഗീതുവിന് കിട്ടിയത്. ഗീതു എന്നിട്ട് ആ മുടിയെടുത്ത് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. എന്നിട്ട് ബെഡ് മുഴുവൻ ഗീതു ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ മുടി കിട്ടുന്നുണ്ട് ഗീതുവിന്. ഗീതു അതിങ്ങനെ എടുത്ത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, പേടിച്ച് വിറച്ച്. ഈ സമയം ഗീതുവിൻ്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നു. അതായത് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്നതും ആ മുറിയിൽ ഇരുന്നതും കിടന്നതുമായ കാര്യങ്ങളൊക്കെ. പിന്നെ ഗീതു തപ്പങ്ങ് തുടങ്ങി. പിന്നെ ആ ബെഡും റൂമും മുഴുവൻ ഗീതു തപ്പുന്നതിനനുസരിച്ച് ഗീതുവിന് മുടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഗീതു ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് എല്ലാം വെച്ച് അതിൻ്റെ അളവ് വരെ നോക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും അളവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പം അത് ശരിയാ, രഞ്ജു ഈ മുറിയിൽ വന്നിട്ടുണ്ട്, ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈശ്വരാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു വന്നിട്ട് ആ മുടിയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഓടി. വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. ആ പൊട്ടിയ കണ്ണാടി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കുറേ സങ്കടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്നും ഗീതുവിനൊന്നും പറയാൻ പറ്റുന്നില്ല. ഗീതു ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങ് പോരുമ്പം എന്താ നിനക്ക് പറ്റിയത് എന്ന് ആ കണ്ണാടിയുടെ ഉള്ളിൽ നിന്നും ഗീതുവിൻ്റെ പ്രതിരൂപം ഗീതുവിനോട് ചോദിക്കാം. എന്നിട്ട് കണ്ണാടിയിൽ നിന്ന് ഇറങ്ങി അത് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ഗീതുവിനൊന്ന് സന്തോഷമായത്. എന്താ കണ്ണേട്ടൻ്റെ ഫ്രണ്ടാണോ ഇപ്പം നിൻ്റെ ഉറക്കം കിടത്തുന്നത് എന്ന് ചോദിച്ചു. ആ പണ്ടാരത്തിനെ പേടിച്ച് ഇപ്പോൾ ബെഡ്റൂമിലും ക്യാമറ വയ്ക്കേണ്ട അവസ്ഥയാണെന്ന് ഗീതു പറയണം. കണ്ണേട്ടന് ആരാണ് അവളെന്ന് നിനക്ക് സ്ട്രോങ് ആയിട്ട് ചോദിച്ചൂടെ, അതിനുള്ള അവകാശം നിനക്കില്ലേ എന്ന് ഗീതു ചോദിക്കുന്നു ഗീതുവിനോട് തന്നെ. അതായത് പ്രതിരൂപം കണ്ണേട്ടൻ്റെ ഏതോ ഒരു ലവറെ പറ്റി ഇടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അവളാണോ ഇവളെന്ന് എനിക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം പറയുവാണ് ഗീതു പ്രതിരൂപത്തിനോട്. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ പിന്നെ അറിഞ്ഞ പ്രശ്നമല്ലേ, നീ ഒരു കാലത്ത് കിഷോറിനെ സ്നേഹിച്ചിരുന്നത് പോലെ. ആ വൃത്തികെട്ടൻ്റെ കാര്യം എന്നോട് മിണ്ടി പോകരുതട്ടൊന്ന് ഗീതു. അല്ല, അതുപോലെ കണ്ണേട്ടൻ സ്നേഹിച്ചിരുന്നവളാണെങ്കിലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പ്രതിരൂപം. ഗീതുവിന് ടെൻഷനായി. നീ കാമുകനൊപ്പം ഉല്ലസിച്ച് നടന്നപ്പോൾ നിന്റെ പിന്നാലെ ഒരു കാവൽ നായയെ പോലെ നടന്ന ഭർത്താവിൻ്റെ സങ്കടം എന്താണ് നീ ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക. ഗീതു അന്ന് നടന്ന ഓരോ കാര്യങ്ങളും അതിന് ശേഷം ആലോചിക്കുക കേട്ടോ. ഞാൻ അന്ന് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് പറ്റി തെറ്റാത്, ഇതാ എൻ്റെ കുഴപ്പം. റിയൽ ലവ് ആരുടേതാണെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ലെന്നുള്ള കാര്യം ഗീതു പറയണം.
അതിന് കണ്ണേട്ടൻ എന്നോട് ട്രൂ ലവ് ഉണ്ടെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു ഗീതു പ്രതിരൂപത്തിനോട്. അങ്ങേർക്ക് പണ്ട് എപ്പോഴും എന്നോട് വെറുപ്പ് മാത്രമാണ്. ഞാൻ വെറും കോൺട്രാക്ട് ഭാര്യയല്ലേ. ആ കൊഞ്ചു ആയിരിക്കും ഒറിജിനൽ, നമ്മൾ വെറും ഫേക്ക് എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിന്ന് പറയുമ്പോൾ പ്രതിരൂപം അവിടെ നിന്ന് ചിരിക്കുന്നു. വായിലെ പല്ല് മുഴുവനും കാണിച്ച് ഇളിക്കണ്ട. ഞാൻ ഫേക്ക് ആകുമ്പോൾ നീയും ഫേക്കാ. മനസ്സിലായോ? കണ്ണേട്ടൻ എൻ്റെ മനസ്സ് കാണാനുള്ള കഴിവൊന്നുമില്ല. അപ്പം അതൊക്കെ വെറുതെയാണെന്ന് പ്രതിരൂപം. നിന്നെ കിഷോറിനെ ഏൽപ്പിക്കാൻ ബാംഗ്ലൂർക്ക് വന്നപ്പോഴേ കണ്ണേട്ടൻ്റെ മനസ്സ് എന്തായിരുന്നു എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം നീ ഈ കാണിക്കുന്ന അതേ വെപ്രാളമായിരുന്നു അന്ന് നിന്റെ കണ്ണേട്ടൻ കാണിച്ചത്, ശരിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുക. അതിനുശേഷം ഈ മുടിയുടെ കാര്യം എടുത്തിട്ട് ഗീതു, ഈ മുടി നീ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ മുടി ആരുടേതാണെന്ന് നിനക്കൊന്ന് നോക്കി പറയാവോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഈ മുടി അത് രഞ്ജുവിൻ്റെ തന്നെയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു ഞെട്ടി. പക്ഷേ ഈ മുടി എങ്ങനെ ബെഡിൽ വന്നു എന്ന് പറയേണ്ടത് കണ്ണേട്ടൻ തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ പ്രതിരൂപം ഗീതുവിനോട് പറയണു. ഇതൊക്കെ കേട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുക ഗീതു. നീയേ ഇത് കണ്ണേട്ടനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. പ്രതിരൂപം അങ്ങ് പോയി. ഇത് മുടിയെല്ലാം കൂടെ ചൂരുട്ടി പിടിച്ചിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക. അപ്പോഴാണ് ഗോവിന്ദൻ റൂമിലേക്ക് വരുന്നത്. ഗോവിന്ദനെ കണ്ടപ്പോഴത്തേക്കും ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഒരു തിരിയലും തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു. നിനക്കെന്താ എന്നെ ഫേസ് ചെയ്യാനൊരു മടിയെന്ന് ഗോവിന്ദൻ കയറുമെന്ന് ചോദിച്ചു. ഞാനില്ലാത്ത നേരെ നോക്കി ഫ്രണ്ടാണെന്നുള്ള വ്യാജേന ഒരു പെൺ സുഹൃത്തിനെ ഈ ബെഡ്റൂമിലേക്ക് വിളിച്ച് കയറ്റുന്നവരായി എന്നെ കാണാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കാൻ ഇത് കാണിക്കണ്ടേന്ന് പറഞ്ഞു. ദേ ഗീതു, നീ മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ച് വെച്ച് അത് വെച്ച് എന്നോട് മോശമായി സംസാരിക്കരുതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഈ മുറിയിൽ നിനക്ക് പകരമായി ഇതുവരെ ഒരു പെണ്ണിനെയും ഞാൻ കയറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇതെന്താണെന്ന് ചോദിച്ചാൽ മുടിയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ മുടി ഗോവിന്ദൻ കണ്ടില്ല. ഇതെന്താണെന്ന് ചോദിച്ചപ്പം ഇത് നിന്റെ കൈയല്ലേ? കൈയല്ല, കയ്യിലിരിക്കുന്നത് എന്താ? നീ എന്തൊക്കെയാ ഗീതു ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ആ കണ്ണട ശരിക്കും വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ കണ്ണട വെച്ച് നോക്കിയപ്പോൾ ശരിയാ മുടി. ഇതാരുടെ മുടിയാ? ഇത് നിന്റെ മുടിയല്ലേ? ഇത് ഏതോ ഒരു പെണ്ണിൻ്റെ മുടിയാ, ഇതെൻ്റെ മുടിയല്ല. നീ എന്താ പെണ്ണല്ലേ എന്ന് നേരം ഗോവിന്ദൻ ചോദിച്ചു. ഇത് എൻ്റെ തലമുടിയല്ലെന്നാ പറഞ്ഞത്. അങ്ങനെ തറപ്പിച്ച് പറയാം. നീ എന്താ ഇതിൻ്റെ DNA ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ? അത് കണ്ടുപിടിക്കാനോ വല്ല ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ ഇത്രയും നീളമുള്ള തലമുടി ആ കുഞ്ചുവിൻ്റെയാ എന്ന് പറഞ്ഞപ്പം ആ രഞ്ജുവിനെയാണോ നിനക്ക് സംശയം? ഞാൻ ഓർത്ത് വേറെ ഏതെങ്കിലും പെണ്ണാണെന്നോ. അതല്ലാതെ വേറെ പെണ്ണിങ്ങോട്ട് വരാൻ ക്യൂ നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്തിനാ ഈ വേണ്ടാത്ത അർത്ഥം കാണുന്നത് ഗീതു? രഞ്ജു ഈ വീട്ടിൽ വന്നതല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവളിവിടെ വന്നിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞാൽ പോയതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഈശ്വരാ, അതിനിടയിൽ ആ ദുർബല നിമിഷം എങ്ങനെ ഉണ്ടായോ എന്ന് ഗീതു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. വീണ്ടും ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് ആലോചിക്കുന്നു. ഗീതു, നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും അല്ല. എൻ്റെ ചായക്കകത്ത് ഉപ്പിട്ട് കാഞ്ചന എനിക്ക് തന്നു. അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ കപ്പ് എറിഞ്ഞുടച്ചപ്പോൾ ആ ദേഷ്യം തീർക്കാൻ എനിക്ക് ചായ ഇട്ട് തരാമെന്ന് രഞ്ജു പറഞ്ഞു. അങ്ങനെ രഞ്ജു ചായയും കൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ കഥയെല്ലാം പറഞ്ഞ് ഗീതുവിനെയും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഗീതുവിനാണെങ്കിൽ ആകെ സമാധാനക്കേടാം. നീ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം രഞ്ജു അവിടെ ചെന്നിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ബെഡ്റൂം സീൻ പറയുമ്പോൾ എന്തിനാ വെറുതെ ഓഫീസ് സീൻ പറയുന്നേ? ഇവിടെ എന്ത് സംഭവിച്ചു അത് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. രഞ്ജു ചായയുമായി മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും ഗീതുവിന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അങ്ങനത്തെ നമ്മുടെ ഗീതു ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നു. മുറിയിലേക്ക് വന്നിട്ട് എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിനെന്തിനാ നീ ഇത്രയും വലിയ എക്സ്പ്രഷൻ കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുക. ഗീതുവിന് വെപ്രാളം കൂട്ടുക. ഇവിടെ വേറെ കട്ടിലൊന്നും ഇല്ലല്ലോ, ഗീതു അവൾ ഈ കട്ടിലിരുന്നു. ഇനി വർണ്ണിക്കാൻ പോകുന്നത് ഇവിടെ നടന്ന കണ്ണൻ്റെ ലീലകളായിരിക്കും. അത് കേട്ടപ്പോൾ മതി, അത്രയും മതി എന്ന് ഗീതു. പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇത്രയും മതി, ബാക്കി കാര്യങ്ങളാണ് നീ കേൾക്കേണ്ടത്. കണ്ണേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ സത്യം, അതിനുവേണ്ടി ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ നടത്തിയത്. ഇവിടെ വെച്ച് ഞാൻ ഇതേവരെ അറിയാത്ത ഒരു കാര്യം, ഒരുപാട് നിഗൂഢതകളുടെ ലോകം എനിക്ക് കാണിച്ച് തന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങനെ അവളെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞ് പോകുമ്പം നിനക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തു, അതിന് അവളോട് എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചപ്പോൾ ഗീതു കയ്യിൽ പിടിച്ചു. ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത് ആ വരുണിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചതാണെങ്കിൽ ഗീതു ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമായിട്ടാണ്. അങ്ങനെ രസകരമായിട്ട് അത് പോകുന്നത്. എന്തായാലും ഗോവിന്ദൻ്റെ കൈ രണ്ടും അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം വെറുതെ ആയല്ലേ? ഇല്ല, ഈ പറഞ്ഞതെല്ലാം നുണയാ, ഞാൻ വിശ്വസിക്കില്ലെന്നും പറഞ്ഞു ഗീതു. സത്യോ ഗീതു? അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ വൃത്തികെട്ടവനെ ഇതെല്ലാം എന്നെ കാണിച്ചു തരാൻ നോക്കുവല്ലേന്ന് ചോദിച്ചു. എന്താ വരുൺ കമ്പനിയെ ചതിച്ചതിൻ്റെ തെളിവുകൾ നിനക്ക് കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗീതു ഈ കാര്യങ്ങൾ അറിയുന്നത്.
ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവൾ കണ്ടുപിടിച്ച തെളിവുകളാണ് ഇതെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഇതാണോ അവൾ കാണിച്ചു തന്ന ലോകം എന്ന് ചോദിച്ചപ്പം യെസ്, ചതിയുടെ ലോകം. നീ കണ്ടെത്തി തരുമെന്ന് വീമ്പിളക്കി നടന്ന ആ കാര്യം അത് രഞ്ജു നിഷ്പ്രയാസം കണ്ടെത്തി തന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആളായപ്പോൾ ഗീതുവിന് മനസ്സിലായി ഇവൾ എനിക്കിട്ട് പണതാണ്, നമ്മളെ ഫോണിൽ നിന്ന് എടുത്തതാണെന്ന്. അപ്പോൾ കിഷോർ കണ്ടെത്തി എന്നെ ഏൽപ്പിച്ച തെളിവുകളാണല്ലോ, അപ്പോൾ ഇവളാൾ കൊള്ളാവല്ലോ എന്ന് ഗീതു. ദേ എന്നെ എല്ലാം അറിയിച്ച ആ രഞ്ജുവിനെ ഞാൻ പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അവളുടെ ഒരു തെളിവ് കണ്ടുപിടിക്കൽ, ഇതിനൊക്കെയുള്ളത് ഞാൻ അവക്കിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഗീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ഗോവിന്ദനൊന്നും മനസ്സിലാവുന്നില്ല. ഗോവിന്ദൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, ഇതെന്താ സംഭവം എന്ന്. ഗീതു നേരെ ഓടിപ്പോവാണ് രഞ്ജുവിൻ്റെ അടുത്തേക്ക്. ഞാൻ കണ്ടെത്തി വെച്ച തെളിവുകൾ നീ അടിച്ചു മാറ്റിയില്ലെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും രഞ്ജു ഇതൊക്കെ കൂളായിട്ട് എടുക്കുന്നത്. അങ്ങനെ തെളിവുകൾ എടുത്ത് കാണിച്ചു കൊടുത്തല്ല നീ കണ്ണേട്ടൻ്റെ മുന്നിൽ ആള് കളിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോഴേക്കും കണ്ണേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഗീതു അവിടെ അങ്ങ് ഭയങ്കര ഷൗട്ട് ചെയ്യാം, അയ്യോ എനിക്കൊന്നും അറിയില്ല, ഗോവിന്ദേട്ടനെ ഞാൻ കാണിച്ചത് ഞാൻ കണ്ടെടുത്ത തെളിവുകളാണെന്ന് പറഞ്ഞു ഗീതു. ആ ശരിയാ, പക്ഷെ നീ കണ്ടെടുത്തത് എൻ്റെ മൊബൈലിൽ നിന്നാണെന്ന് മാത്രം. അയ്യോ അല്ല ഗീതു, അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടെത്തിയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണു. അപ്പോൾ ഗോവിന്ദൻ വന്നിട്ട് നീ അത് കണ്ടുപിടിച്ചതാണെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു. ഗീതു അന്നേരത്തേക്കും അവിടെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കാം. ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവുകൾ മോഷ്ടിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഞാൻ കണ്ടെത്തിയതൊക്കെ ഗീതുവും കണ്ടെത്തി കാണുമെന്ന് രഞ്ജു. പക്ഷെ സ്വന്തം അനിയൻ കൂടി പ്രതിയാകുമെന്ന് പേടിച്ചിട്ടാകും അത് മറച്ചു വെച്ചതെന്നുള്ള കാര്യം പറഞ്ഞ് ഗീതുവിനെ ഈ ഒരു തലത്തിലേക്ക് രഞ്ജു കൊണ്ടുവരുന്നു. ചില പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാലും ഭർത്താവിനേക്കാൾ കൂറ് സ്വന്തം വീട്ടുകാരോടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണേട്ടനോടുള്ള എൻ്റെ കൂറ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലെന്ന് ഗീതു രഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. ആ സമയം ദേ നിങ്ങൾ വഴക്ക് വെറുതെ ഉണ്ടാക്കല്ലേ, ഗീതുവിനെ എനിക്കറിയാം, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ന്യായമല്ലാത്ത ഒന്നിനും ഗീതു കൂട്ടു നിൽക്കില്ല എന്ന് ഗോവിന്ദൻ തർപ്പിച്ച് പറഞ്ഞു. രഞ്ജുവിന് അന്നേരത്തേക്കും ദേഷ്യം വന്നു. രഞ്ജുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായ ഒരാളാണ് ഗീതു എന്ന് എനിക്ക് അറിയാമെന്നുള്ള കാര്യം രഞ്ജുവിനോട് പറയുന്ന ഗോവിന്ദനെ കണ്ട് രഞ്ജു അന്തിച്ച് നിൽക്കുക. പക്ഷെ ഇപ്പം കമ്പനിക്ക് നന്മ ചെയ്ത് രഞ്ജുവാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത് അംഗീകരിക്കണം, ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ രഞ്ജു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. എൻ്റെ തെളിവുകൾ തട്ടിയെടുത്ത് ഇവളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് തറപ്പിച്ച് തന്നെ ഗീതു പറയുന്നു. ഗോവിന്ദൻ പെട്ട് നിൽക്കുക. അതും പറഞ്ഞ് ഗീതു അവിടുന്ന് പോകുമ്പോഴേക്ക് രഞ്ജു, എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടപ്പെട്ട ഇവളെ ഞാനും അംഗീകരിക്കില്ലെന്ന് രഞ്ജു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവാണ് ആ തെളിവുകളൊക്കെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഗോവിന്ദൻ തന്നെ അത് രഞ്ജുവിനോട് പറഞ്ഞു. രഞ്ജുവിൻ്റെ ഷോ ഒന്നും നടന്നില്ല. അപ്പോൾ ഗീതുവിൻ്റെ മുന്നിൽ വെച്ച് നിന്നെ കൊച്ചാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നുള്ള കാര്യം ഗോവിന്ദൻ പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു രഞ്ജു. അവൾ വല്ല ഒപ്പിച്ചിട്ട് താങ്ക്സ് പറയാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. പക്ഷെ അവളെ ഞാൻ ഇനി എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ചോദിച്ചപ്പം അവൾക്ക് ഇത്തിരി സമാധാനക്കേട് ഇരുന്നോട്ടെ, കൂടുതൽ വിഷമമുണ്ടെങ്കിൽ അവളുടെ പുതിയ വളർത്തമ്മ ആ പാട്ട് പാടി ആശ്വസിപ്പിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് അനിയത്തി പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഗോവിന്ദൻ്റെ മുഖമൊക്കെ വല്ലാതായി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.